blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ബാംഗ്ലൂരിൽ നിന്നുള്ള ഉദയൻ മാധവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ ആൽവിൻ്റെ ബർത്ത്ഡേ നാളെയാണല്ലോ. ആൽവിനെ കർത്താവെ അങ്ങ് കൈനീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ADHD എന്ന പ്രയാസത്തിൽ നിന്നും പൂർണ്ണമായ ഒരു സൗഖ്യം കർത്താവ് ആ മകന് നൽകണമേ. പഠനത്തിൽ ഏറ്റവും മികവ് പുലർത്തുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം കർത്താവെ അങ്ങ് കൽപ്പിക്കണമേ. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഡിസംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഡിസംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. ഡിസംബർ 10 ശനിയാഴ്ച. ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. ഫോർ രജിസ്ട്രേഷൻ ആൻഡ് മോർ ഡീറ്റെയിൽസ് We are going to read Genesis 18. നമ്മൾ തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 18 വായിക്കുന്നു. Verses 13 and 14. 13ഉം 14. Then the Lord said to Abraham, why did Sarah laugh and say, will I really have a child now that I am old? അപ്പോൾ യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ എനിക്ക് കുട്ടി ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? Is anything too hard for the Lord? I will return to you at the appointed time next year, and Sarah will have a son. യഹോവയ്ക്ക് അസാധ്യമായ കാര്യമുണ്ടോ? അടുത്ത വർഷം നിശ്ചിത സമയം ഞാൻ നിന്റെ അടുക്കൽ മടങ്ങിയെത്തും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. If you read from the beginning of this chapter 18 Genesis, നമ്മൾ ഈ ഉൽപ്പത്തി 18 ആദ്യത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ we see that Abraham and Mrs. Abraham, Sarah Abraham, both of them were sitting in their house. In those days it was a tent, temporary thing. അബ്രഹാമും തൻ്റെ ഭാര്യയായ സാറയും ചേർന്ന് അന്ന് അവർ താമസിച്ചിരുന്ന കൂടാരത്തിൻ്റെ അകത്ത് ഇരിക്കുകയായിരുന്നു. And as they were looking, they saw 3 people coming, 3 men coming towards their house. അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 3 പുരുഷന്മാർ അവരുടെ ഭവനത്തിലേക്ക് വരുന്നതായി കണ്ടു.
So Abraham must have called out to Sarah, we have gifts. അബ്രഹാം ഉറക്കെ വിളിച്ചു, സാറാ നമുക്ക് അതിഥികളുണ്ട്, So get ready. റെഡിയാവുക. So as they were preparing their hearts and their house to receive the three guests, they're so huge, 3 people came to their tent. അവർ ആ 3 പുരുഷന്മാർ, വലിയ ആകാരമുള്ള 3 പുരുഷന്മാർ വരുന്നതായി കണ്ടപ്പോൾ അവരുടെ ഹൃദയവും അവരുടെ ഭവനവും അവർക്ക് വേണ്ടി ഒരുക്കി. Abraham knew that they are not ordinary people. There is something special about these people. അബ്രഹാമിന് ഒരു കാര്യം അറിയാമായിരുന്നു, ഇവർ സാധാരണക്കാരല്ല, എന്തോ സവിശേഷത ഇവരിലുണ്ട്. So they poured out extra hospitality. അതുകൊണ്ട് അവർ കൂടുതൽ അതിഥി സൽക്കാരം നടത്തി. They prepared mutton, അവര് bread and everything and treated them well. അവര് മട്ടനും ബ്രെഡ് അപ്പവും എല്ലാം ഉണ്ടാക്കി അവരെ നന്നായി പോഷിപ്പിച്ചു. So remember, Sarah had to take a lamb or take an animal, cut it, chop it and cook it. It took time. ഓർക്കുക, സാറ ഈ മൃഗത്തെ കൊന്ന് അതിനെ മുറിച്ച് അതിനെ പാകം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സമയമെടുക്കും. Because she had no Godrej fridge. കാരണം അവളുടെ അടുത്ത് ഗോദ്രേജ് ഫ്രിഡ്ജ് ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. No cooked food, preserved food there in the store. ഭക്ഷണം പാകം ചെയ്ത് ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ ഫ്രിഡ്ജ് ഒന്നുമില്ല. Everything was live. എല്ലാം ലൈവായിരുന്നു. So remember, these 3 guests, they sat there all this time. എന്നാൽ ഓർക്കുക, ഈ 3 അതിഥികളും ഈ ഇത്രയും മണിക്കൂറുകൾ അവർ അവിടെ ഇരിക്കുകയാണ്. What were they doing? അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? They were talking to Abraham. അവർ അബ്രഹാമിനോട് സംസാരിക്കുകയായിരുന്നു. So they must have talked so many things. അവർ നിരവധി കാര്യങ്ങൾ സംസാരിച്ചു കാണും. And by that time, Sarah prepared the dinner table. അതെ, ആ സമയത്ത് ഭക്ഷണമേശ ഇതാ ഒരുക്കുകയാണ്. Had their food. അവർ ഭക്ഷണം കഴിച്ചു. Then they came into the real business. അതിനുശേഷം യഥാർത്ഥ കാര്യത്തിലേക്ക് അവർ കടന്നു. These 3 men said, ആ 3 പുരുഷന്മാർ പറഞ്ഞു, "We know that you are very old. നീ വളരെ വൃദ്ധനായിരിക്കുന്നു, ഞങ്ങൾക്കറിയാം. Your missus is also very old. നിന്റെ ഭാര്യയും വളരെ വൃദ്ധയായിരിക്കുന്നു. But God is going to give you your own child." എന്നാൽ നിനക്ക് സ്വന്തമായ ഒരു മകനെ ദൈവം നൽകാൻ പോവുകയാണ്. So both of you are thinking that it is too late, now it's impossible, and we are going to leave this earth without having children. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ വൃദ്ധരാണ്, ഇത് വളരെ വൈകിയിരിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു. But God is going to give you your own child. എന്നാൽ ദൈവം നിങ്ങളുടെ സ്വന്തമായ ഒരു കുട്ടിയെ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. So this time Sarah started laughing. ഈ സമയത്ത് സാറ ചിരിക്കാൻ തുടങ്ങി. Because Sarah must have been very shy to hear that. ഒരുപക്ഷെ സാറ വളരെ ലജ്ജാവതിയായതുകൊണ്ടായിരിക്കാം. Must be she was 89 years old. 89 വയസ്സുണ്ടായിരിക്കണം. So she was very shy. അവൾ വളരെ നാണിച്ചു. 89-year-old woman going to have a baby. 89 വയസ്സുള്ള ഒരു വൃദ്ധയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. So she started laughing. അവൾ ചിരിക്കാൻ തുടങ്ങി. God didn't like it. ദൈവത്തിന് അത് ഇഷ്ടമായില്ല. Let me tell you, these 3 men, they were representatives, or they were God himself coming in the form of human beings. ഈ 3 പുരുഷന്മാർ അത് ദൈവത്തിന്റെ പ്രതിനിധീകരണമായി ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. They were God himself. ദൈവം തന്നെയായിരുന്നു. So when Sarah laughed, he didn't like it. സാറ ചിരിച്ചപ്പോൾ ഇഷ്ടമായില്ല. Let's read that. നമുക്കത് The വായിക്കാം. Lord said to Abraham, "Why did Sarah laugh and say, will I really have a child now that I am old?" അപ്പോൾ യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ എനിക്ക് കുട്ടി ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? I don't like it. എനിക്കത് ഇഷ്ടമായില്ല. Then he says, "Is anything too hard for the Lord?" യഹോവയ്ക്ക് അസാധ്യമായ കാര്യമുണ്ടോ? So what do you understand? എന്ത് മനസ്സിലായി? Why did Sarah laugh? എന്തുകൊണ്ടാണ് സാറ ചിരിച്ചത്? One reason is that she is very old. ഒരു കാര്യം, അവൾ വളരെ വൃദ്ധയായിരിക്കുന്നു. If she is going to have a child, that will be very awkward in the community. അന്ന് ആ വൃദ്ധയെ തനിക്ക് ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. And when she thought of that, that will be very, very bad in the neighborhood. People around them will be laughing.
താൻ ഇങ്ങനെ വൃദ്ധയായ താൻ ഒരു കുഞ്ഞിനെയായി നിൽക്കുമ്പോൾ തൻ്റെ ചുറ്റുമുള്ളവർ തന്നെ പരിഹസിക്കും. So she started laughing. അവൾ ചിരിക്കാൻ തുടങ്ങി. Secondly, she must have doubted in her heart. രണ്ടാമതായി അവളുടെ ഹൃദയത്തിൽ ഒരു സംശയം ഉണ്ടായി കാണാം. Will this really happen? ശരിക്കും നടക്കുമോ? Of course, it's a very exciting thing, but will it really happen? ഇത് ശരിക്കും വളരെ ആവേശം ജ്വലിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ നടക്കുമോ? Sometimes we also, when we hear something, some promise from the Lord, we doubt in our hearts. നമ്മൾ ഇതുപോലെ ദൈവത്തിന് ചില വാഗ്ദത്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംശയിക്കാറുണ്ട്. When we read the Bible, okay, in Bible days so many things happen, but will it happen today? നമ്മൾ വചനം വായിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട്, ഇന്നത് നടക്കുമോ? We don't have that sufficient faith. അതിനാവശ്യമായ വിശ്വാസം നമുക്ക് ഇന്നില്ല. So sometimes we also laugh. പലപ്പോഴും നമ്മളും ചിരിക്കാറുണ്ട്. But God does not like it. പക്ഷെ ദൈവത്തിന് അത് ഇഷ്ടമായില്ല. How many of you listen to me? എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? Hallelujah. ഹല്ലേലൂയ. Some people ask now, will God do miracles today, even now? പല ആളുകളും ചോദിക്കാറുണ്ട്, ഇന്നും കർത്താവ് അത്ഭുതങ്ങളൊക്കെ ചെയ്യുമോ? So in the Bible days, we read a lot of miracles happen. In Jesus' days, so many miracles happen. ബൈബിളിൽ പഴയ നിയമത്തിൽ യേശുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. And John the Apostle finally concludes his gospel saying, Jesus has done so many other miracles also, which we cannot even count. And if we record all these miracles in books, we cannot contain the books in the world. അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ സുവിശേഷം അവസാനിപ്പിച്ച സമയത്ത് ഇങ്ങനെയാണ് എഴുതിയത്, കർത്താവായ യേശു ഇതിൽ എഴുതിയിരിക്കുന്നതിലും അധികം അത്ഭുതങ്ങൾ, നിരവധി എണ്ണിക്കൂടാനാവാത്ത അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെയും എഴുതുവാൻ പോയാൽ ഈ ലോകത്തിലെ പുസ്തകങ്ങൾ പോലും തീരുകയില്ല. But what about today? അങ്ങനെയെങ്കിൽ ഇന്ന് എന്താണ് സംഭവിക്കുക? Many people ask, are miracles happening even today? പലരും ചോദിക്കുന്നു, ഇന്നും അത്ഭുതങ്ങൾ നടക്കുമോ? I say, just watch Blessing Today. There is a segment called Miracles Today. ഞാൻ അവരോട് പറയും, നിങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേ കാണുക, അതിൽ മിറക്കിൾസ് ടുഡേ എന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. I am not sharing my miracles. ഞാൻ എൻ്റെ അത്ഭുതങ്ങളല്ല അവിടെ പറയുന്നത്. People are sharing their miracles. ആളുകൾ അവർക്ക് ലഭിച്ച അത്ഭുതങ്ങളാണ് അവിടെ പറയുന്നത്. And it has become a daily occurrence. മാത്രമല്ല അത് എല്ലാ ദിവസവും ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Miracles are happening every day. എല്ലാ ദിവസവും അത്ഭുതങ്ങൾ നടക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Last Saturday, we were going to have a blessing festival. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് പോവുകയായിരുന്നു. We were in the vehicle. ഞങ്ങൾ കാറിലായിരുന്നു. Then suddenly 3 messages came in my mobile. 3 മെസ്സേജുകൾ എൻ്റെ മൊബൈലിലേക്ക് വന്നു. I read it. ഞാൻ വായിച്ചു. I was excited. എനിക്ക് ആവേശമുണ്ടായി. Started to cry. ഞാൻ കരയാൻ തുടങ്ങി. Because one lady who had purchased the Favor of God book, the latest release, she was reading it and her mother was bedridden. ദൈവപ്രസാദം എന്ന് പറയുന്ന ബദരാമിൻ്റെ ആ പുസ്തകം ഒരു സഹോദരി വാങ്ങിച്ച് താൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തൻ്റെ അമ്മാവിയമ്മ താൻ രോഗാവസ്ഥയിൽ കിടന്ന കിടപ്പിലാണ്. She was reading the book. അവൾ ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. She also read out this content of the book to her mother-in-law. ഈ തൻ്റെ അമ്മായിയമ്മയ്ക്ക്, കിടക്കുന്ന ഈ അമ്മായിയമ്മയ്ക്ക് ഈ മരുമകൾ ഈ പുസ്തകം വായിച്ച് കേൾപ്പിക്കുകയാണ്. After that she came and she fell asleep for some time. അതിനുശേഷം അല്പസമയം ഇവൾ മയങ്ങി. She heard a sound and went back. ഒരു ശബ്ദം കേട്ട് ഈ മകൾ ഓടി ചെന്നു. So the mother-in-law really needed help of someone to go to the toilet. ഈ അമ്മായിയമ്മയ്ക്ക് ആരുടെയെങ്കിലും സഹായത്തോടു കൂടി മാത്രമേ ടോയ്ലറ്റിൽ പോകാൻ കഴിയുകയുള്ളൂ. So bedridden. അത്രയും കിടന്ന കിടപ്പിലാണ്. But when this daughter was sleeping, the mother went to the toilet 2 times all by herself. എന്നാൽ ഈ മകൾ ഉറങ്ങുന്ന സമയം കൊണ്ട് ഈ അമ്മായിയമ്മ തന്നെത്താനെ എഴുന്നേറ്റ് നടന്ന് താൻ ടോയ്ലറ്റ് 2 തവണ പോയി വന്നു. Instant miracle. പെട്ടെന്നുള്ളൊരു അത്ഭുതം. I did not go there. ഞാനവിടെ പോയില്ല. They did not watch Blessing Today. അവർ ബ്ലെസ്സിംഗിലൂടെ കണ്ടില്ല. They were just reading the book, The Favor of God. ദൈവപ്രസാദം എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So Jesus can use anything as a tool. ദൈവത്തിന് ഏത് കാര്യത്തെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. You still remember one brother in our fellowship had twins, a boy and girl. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു സഹോദരന് ഇരട്ട കുട്ടികളുണ്ടായിരുന്നു, ഒരു മകനും മകളും. And the boy was admitted in ventilator.
ആ മകൻ വെന്റിലേറ്ററിൽ ആയിരുന്നു. There was severe infection in the lungs. തൻ്റെ ശ്വാസകോശങ്ങളിൽ വളരെ മാരകമായ വിഷബാധ മൂലം. So the boy was admitted in neonatal ICU, NICU. നവജാത ശിശുക്കൾക്കുള്ള ICUയിൽ താൻ അഡ്മിറ്റ് ആയിരുന്നു ആ കുഞ്ഞ്. We went there to pray. ഞങ്ങളവിടെ പ്രാർത്ഥിക്കാനായി പോയി. But the nurses said you cannot enter. നഴ്സുമാർ പറഞ്ഞു നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. Because it is highly sensitive area, infection can come, so nobody is admitted. കാരണം അത് വളരെ പ്രശ്നമുള്ള മേഖലയായതുകൊണ്ട് വളരെ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരാൾക്കും പ്രവേശനമില്ല. Sister Shema was there, I was there. We requested that, shall we give a kerchief prayed by us? Can you just take it to the mother and can you just put it on the little body of the baby? ഞങ്ങൾ അവസാനം പറഞ്ഞു, സിസ്റ്റർ ക്ഷമയും ബ്രദർ ഡാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു ടവൽ, ഒരു കർച്ചീഫ്, ഹാൻഡ് കർച്ചീഫ് തന്നു വിടാം, ആ തൂവാല നിങ്ങൾ ആ കുഞ്ഞിൻ്റെ മുകളിലേക്കൊന്ന് വെക്കാമോ? She said no. അവൾ പറഞ്ഞു ഒരിക്കലും പറ്റില്ല. Because no piece of cloth will be admitted in NICU, no way, because infection can come from outside. ഒരു തുണി കഷ്ണം പോലും ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോവുകയില്ല, അണുബാധയ്ക്ക് സാധ്യതയുണ്ട്. So we were kind of disappointed. ഞങ്ങൾ അങ്ങനെ നിരാശരായിരിക്കുകയാണ്. But we went to a textile showroom and purchased a new kerchief. എന്നാൽ ഞങ്ങൾ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ പോയിട്ട് ഒരു പുത്തൻ തൂവാല വാങ്ങിച്ചു. Standing in the corridor, we prayed over the kerchief. Lord, open a way. ഞങ്ങൾ ആ കോറിഡോറിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ആ കർച്ചീഫ് പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു വഴി തുറക്കണമേ. The baby was dying. കാരണം കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. Doctors, nurses, the medical crew, they were doing everything possible. ആ ഡോക്ടർമാരും ആ മെഡിക്കൽ ക്രൂ എല്ലാവരും അവർക്ക് സാധ്യമായതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And they were waiting with the kerchief prayed over. At least some nurse will have compassion and do it. ഞങ്ങൾ അവസാനം ഒരു നഴ്സെങ്കിലും കരുണ തോന്നി ഈ കർച്ചീഫ് ഒന്ന് കൊണ്ടുപോയി ആ കുഞ്ഞിന്റെ മേൽ വെച്ച് പ്രാർത്ഥിക്കാൻ. And finally, one nurse was ready to do that. അവസാനം ഒരു നഴ്സ് സന്നദ്ധയായി, Without the knowledge of anybody else. മറ്റാരും അറിയാതെ. You know miracle, what miracle happened? എന്ത് സംഭവിച്ചു എന്നറിയാമോ? She took the kerchief to the NICU and put it on the little baby. അവൾ ആ കർച്ചീഫ് എടുത്തു കൊണ്ടുപോയി NICUയുടെ അകത്ത് ആ കുഞ്ഞിന്റെ മേൽ വെച്ചു. Within a few hours, we got the result. ചില മണിക്കൂറുകൾക്കകം ഞങ്ങൾക്ക് അതിന്റെ ഫലം ലഭിച്ചു. The baby was miraculously healed. ആ കുഞ്ഞ് അത്ഭുതകരമായി സൗഖ്യമായിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. And that boy is still studying in a school now. ഇന്ന് ആ കുഞ്ഞ് ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Miracles are happening even today. അത്ഭുതങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. I want to say it again. Miracles are happening even today. അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നു. Miracles are happening even today. അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നു. Why? എന്തുകൊണ്ട്? Because the miracle worker is not dead, he is alive. കാരണം അത്ഭുതം പ്രവർത്തിക്കുന്നവൻ മരിച്ചു പോയിട്ടില്ല, അവൻ ജീവിക്കുന്നു. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് 2016. ഡിസംബർ 13, 14, 15 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 0484 422 101. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഡിസംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ഹാർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഡിസംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ഈ സഹോദരൻ്റെ പേര് ജോയ്സി എന്നാണ്. അതുപോലെ തന്നെ വൈഫ് ലിൻസി. ഇവർ വിവാഹം കഴിഞ്ഞത് 2012-ലാണ്.
വിവാഹത്തിന് ശേഷം 4-ാമത്തെ മാസത്തിൽ ലിൻസി ക്യാരിങ് ആയി. പക്ഷേ ക്യാരിങ് ആയി 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അത് മിസ്ക്യാരേജ് ആയിപ്പോയി. വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് ശേഷം 6 മാസത്തിന് ശേഷം വീണ്ടും താൻ ക്യാരിങ് ആയി. വീണ്ടും അത് 2-ാം മാസമായപ്പോഴേക്കും മിസ്ക്യാരേജ് ആയി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതൊരു കൗണ്ട് കുറയുന്നത് കൊണ്ടുള്ളതാണ്. ഇനി ഒരു പ്രഗ്നൻസി നടക്കണമെങ്കിൽ മരുന്ന് കഴിച്ച് കൗണ്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൂടാതെ ഇനിയൊരു പ്രഗ്നൻസി നടക്കുകയില്ല എന്ന് തന്നെ ഡോക്ടർ നിർബന്ധമായി തന്നെ പറഞ്ഞു. ഇവർ അതനുസരിച്ച് ആദ്യം മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ നിലവിലുണ്ടായിരുന്ന കൗണ്ടിനേക്കാളും വീണ്ടും നല്ലതുപോലെ കൗണ്ട് കുറയുകയാണ് ചെയ്തത്. നേരെ വിപരീതമായി കൂടാൻ വേണ്ടി കഴിച്ചെങ്കിലും അത് കുറഞ്ഞു പോവുകയാണ് ചെയ്തത്. ആ സമയം തന്നെ ഇവർ മരുന്ന് അങ്ങോട്ട് മരുന്ന് പൂർണ്ണമായും നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ 2014 ഒക്ടോബറിൽ 2 വർഷത്തിന് ശേഷം തൃശ്ശൂർ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഇവർ പങ്കെടുത്തു. ഈ സഹോദരൻ പങ്കെടുത്തായിരുന്നു. അന്ന് തൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ താൻ ഏറ്റവും പ്രധാനമായി എഴുതിയത് തനിക്കൊരു കുഞ്ഞിനെ വേണമെന്നുള്ള വലിയൊരു പ്രാർത്ഥന തന്നെയായിരുന്നു താൻ എഴുതിയിരുന്നത്. താൻ പറയുന്നത് ഇങ്ങനെയാണ്: അന്നത്തെ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് ശേഷം താൻ പ്രാർത്ഥിച്ച് മടങ്ങി വന്നതിന് ശേഷം ആ മാസത്തിൽ തന്നെ തൻ്റെ ഭാര്യ ലിൻസി വീണ്ടും ക്യാരിങ് ആയി. അപ്പോൾ അതിൻ്റെ സന്തോഷ സൂചകമായി താൻ ചെയ്തത് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് താൻ ആ മാസത്തിൽ തന്നെ സ്പോൺസർ ചെയ്തു. ഹല്ലേലൂയ. കർത്താവിനൊന്ന് കരങ്ങളടിച്ച് സ്തുതിക്കാമോ? ശരിക്കും സാക്ഷ്യം പറയാൻ പോണേ ഉള്ളൂ, പക്ഷേ അദ്ദേഹം അത് ചെയ്തതിനാണ് നമ്മൾ കരങ്ങളടിച്ചത്. എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാണ്, 2 മാസമാവാതെ, ഇപ്പോൾ ക്യാരിങ് ആയെങ്കിലും 2 മാസമാവാതെ ഞാനൊന്നും പറയുകയില്ല. കാരണം ഇങ്ങനെ 2 പ്രാവശ്യം മിസ്കാരേജ് ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയും ഇല്ല എന്ന രീതിയിലാണ് ഡോക്ടർ പറഞ്ഞതെങ്കിലും വചനം പറയുന്നത് പോലെ ദൈവത്തിന് അസാധ്യമായതൊന്നും തന്നെയില്ല. ഈ ബ്രദർ പറഞ്ഞത് ഇങ്ങനെ, അതിനുശേഷമുള്ള മാസങ്ങളിലൊക്കെ ദൈവം അതുപോലെ അത്ഭുതങ്ങളിലൂടെ നടത്തി മരുന്നിനും ട്രീറ്റ്മെൻറ്റിനും കഴിയാത്തത് ദൈവം നൽകി. ഇന്ന് ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതം, തനിക്കൊരു ദൈവം ഒരു അനുഗ്രഹീതമായൊരു പെൺകുഞ്ഞിനെ നൽകി, ആ സാക്ഷ്യം പറയുവാനാണ് താൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കയ്യിൽ യേശു നൽകിയ ഒരു നന്മയുമായിട്ടാണ് ഈ മകൻ നിൽക്കുന്നത്. വളരെ സുന്ദരിയായൊരു വാവ. ഹല്ലേലൂയ. എത്ര പേർ കർത്താവിനെ ഒന്ന് സ്തുതിക്കും? ഹല്ലേലൂയ, ആമേൻ. കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മൾ ഹൃദയത്തിൽ എന്ത് യാചിച്ചാലും കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും നൽകി തരാം എന്നവൻ്റെ വാഗ്ദത്തം നമുക്കുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നത്, സാധാരണ ഞാനാണെങ്കിലും പൊതുവേ 2 പ്രാവശ്യം ഇങ്ങനത്തെ ഒരു മിസ്കാരേജ് സംഭവിച്ചിരിക്കുകയാണെങ്കിൽ കുഞ്ഞ് ജനിച്ച ശേഷം ഒരു എപ്പിസോഡ് വേണേൽ സ്പോൺസർ ചെയ്യാം. പക്ഷേ ഇദ്ദേഹം അഡ്വാൻസായിട്ട് വിശ്വാസത്താൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ അത് ചെയ്തതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. കർത്താവ് ഏറ്റവും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി ഈ കുടുംബത്തെ മാനിച്ചിരിക്കുകയാണ്. കരങ്ങളടിച്ച് യേശുവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, കൈനീട്ടി അങ്ങ് ഓരോരുത്തരെയും തൊടണമേ, അനുഗ്രഹിക്കണേ. വല്ലാതെ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. മറ്റൊരു വ്യക്തി ഹോർമോണിൻ്റെ തകരാറുകൾ മൂലം ശരീരത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു വ്യക്തി, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. TB രോഗം ബാധിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ സൗഖ്യം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ വോക്കൽ കോഡ്സിന് എന്തോ പ്രയാസമുണ്ടായി ശബ്ദത്തെ ബാധിച്ചിരിക്കുന്നൊരു വ്യക്തി, പൂർണ്ണമായും യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു ഫാദർ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ കൊളസ്ട്രോൾ വല്ലാതെ കൂടിയിട്ടുള്ളൊരു വ്യക്തി യേശുവിൻ നാമത്തിൽ നോർമൽ കണ്ടീഷനിലേക്ക് വരട്ടെ. ബ്ലഡ് പ്രഷർ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുള്ളവർക്ക് ഇപ്പോൾ നോർമൽ കണ്ടീഷനിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ അത് വരട്ടെ. അങ്ങനെയുള്ളവർ സൗഖ്യമാകട്ടെ. ബ്ലഡ് ഷുഗർ നോർമൽ കണ്ടീഷനിലേക്ക് വരട്ടെ. ഇൻ ജീസസ് നെയിം. മുഴകൾ, സിസ്റ്റുകൾ, ഫൈബ്രോയിഡുകൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചുരുങ്ങി അപ്രത്യക്ഷമാകട്ടെ. അപസ്മാര രോഗം സൗഖ്യമാകട്ടെ. മാനസിക പ്രയാസങ്ങൾ മാറട്ടെ. താങ്ക് യു ജീസസ്.
കർത്താവിൻ്റെ വിടുതലുകൾ വിവിധ മേഖലകളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു വിഷയമാണെങ്കിൽ പോലും ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവെ, വലിയൊരു വിടുതൽ ഓരോരുത്തർക്കും അങ്ങ് കൊടുക്കണമേ. ഏത് വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നു അതിൽ വിടുതൽ കൊടുക്കണേ. പ്രത്യേകിച്ച് പുകവലി ശീലമുള്ളവർ, ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ, മദ്യപാന ശീലമുള്ളവർ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും അവരിപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. ഇന്ന് ചെന്നൈയിലും നാളെ ബാംഗ്ലൂരിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും വരണം. കൂടാതെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, CD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസിൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. എല്ലാ ഞായറാഴ്ചയും 9:30 മണി മുതൽ 12:30 മണി വരെ നമ്മുടെ വിവിധ ബ്ലെസ്സിങ് സെൻറ്ററുകൾ നടക്കുന്ന മീറ്റിങ്ങുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അവിടെ വരുമ്പോഴും നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ലഭിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.